പാതിരാക്കി വീട് കുത്തി തുറന്ന് ആര്? അയ്യോ, തിരുട്ട് ഗ്രാമത്തിൽ നിന്നും വന്ന കുറുവാ സംഘം പാതിരാത്രി വീട് കുത്തി തുറന്ന് ആഭരണങ്ങളും പണവും മോഷ്ടിച്ചു കടന്നു. എന്റെ ദൈവമേ, ഒന്നുമില്ലെങ്കിൽ വൈറൽ പനി, ചുമ, കൊര അതങ്ങനെ, ഇല്ലേ വെള്ളപ്പൊക്കം, ഇതെല്ലാം തടങ്ങിയപ്പം കുറുവാ സംഘം. എങ്ങനെ ജീവിക്കും മനുഷ്യരീശ്വര? ദൈവമേ, പേടിയാവുന്നടാ. നീ ഇത് വല്ലതും കണ്ടോ? ഞാൻ അതാ ആലോചിക്കുന്നത്. എന്തോന്ന്? എന്റെ കൊച്ചമ്മ നേരത്തെ എഴുന്നേറ്റോ? അല്ല, ഞാൻ നല്ല ഉറക്കത്തില്ല. എടാ, നീ എഴുന്നേറ്റ് വരുമ്പോഴത്തേ ഞാൻ ഇവിടെ റെഡി ആയിരിക്കും. നിനക്ക് അറിഞ്ഞുകൂടെ ഇത്ര നാളായിട്ടും? അതല്ല കൊച്ചമ്മ ഞാൻ ആലോചിക്കുന്നത്. ഇന്നലെ രാത്രി 1 മണി 2 മണി വരെ ഇങ്ങനെ ഫോണിൽ സംസാരിച്ചുകൊണ്ട് നടന്നപ്പോ ഞാൻ വിചാരിച്ചു ഇന്ന് എഴുന്നേക്കുമ്പോ താമസിക്കുമെന്ന്. ആര് ഫോണിലൂടെ സംസാരിച്ചത്? കൊച്ചമ്മ എത്ര നേരം സംസാരിച്ചോണ്ടിരുന്നത്? നിനക്ക് എന്തുവാടാ? എന്തു കൊച്ചമ്മ? ഞാൻ ആരോടാ പാതിരാത്രിക്ക് ഫോണിൽ സംസാരിക്കുന്നത്? ഞാൻ ഫോണിൽ സംസാരിച്ചില്ല. പിന്നെ കേട്ടു, ഞാൻ സംസാരിച്ചില്ല ആരുമായിട്ടും. എന്റെ അമ്മേണോ കൊച്ചമ്മ സംസാരിച്ചു ഞാൻ കേട്ടതല്ലേ. എന്തോ സംസാരിച്ചത്? അല്ല, എന്താണെന്ന് വ്യക്തമായില്ല. പക്ഷെ കുനുകുനുകുനാ സംസാരിക്കുന്നതായിട്ടു. കുനുകുനുകുനാന്നോ? നീ ഇത് ആരുടെ കാര്യം പറഞ്ഞേടാ? വല്ല പ്രശോഭോ ലക്ഷ്മിയോ ആരെങ്കിലും ആയിരിക്കും സംസാരിച്ചത്. കുനുകുനുകുനാന്ന് പറഞ്ഞോണ്ട്. ആ എടാ മോനെ, എന്നിട്ട് നീ ഇന്നലെ രാത്രിയില്ലേ ഒരു 1:30-2 മണിക്ക് ആരോടെങ്കിലും ഫോണിൽ സംസാരിച്ചോ? ഞാനോ? ആ ഇല്ല. അപ്പൊ ലക്ഷ്മിയോ? അവളും സംസാരിക്കാൻ സാധ്യതയില്ലല്ലോ. കൊച്ചമ്മ, സത്യമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ കേട്ടുന്നുള്ളത് സത്യമാണ്. ആരോ സംസാരിച്ചു. അണ്ണ എന്തോന്ന് കേട്ടെന്ന്? അത് തന്നെ വ്യക്തമായില്ല. അതാണ് ഞാൻ കൊച്ചമ്മടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്താണ് സംസാരിച്ചെന്ന് വ്യക്തമായില്ല. പക്ഷേ കുനുകുനാ സംസാരിച്ചോണ്ടിരുന്നു കുഞ്ഞെ. അല്ല, ഈ 1:30-2 മണിക്കൊക്കെ കുനുകുനാന്ന് സംസാരിക്കണമെങ്കിലേ നീ ആരെങ്കിലും വന്ന് കേറിയോടാ നമ്മുടെ വീട്ടില്? അല്ല, ഒരു കാര്യം, ഇവിടുത്തെ CCTV ഒക്കെ എന്താ കണ്ടീഷൻ? അല്ല, വർക്കിംഗ് ആണ്. വേണമെങ്കിൽ ഒന്നും കൂടെ ചെക്ക് ചെയ്യാം. ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാ. എന്റെ പൊന്നുമോനെ, പാതിരാത്രിക്ക് തേണ്ട കുറുവാ സംഘം വീട് കുത്തി തുറന്ന് പലതും എടുത്തുകൊണ്ട് പോകുന്നത് നമ്മളെല്ലാരും ഒന്ന് സൂക്ഷിച്ചിരിക്കണേ. അല്ലമ്മ, ഈ സംഘത്തിലെ 1-2 പേരെ പിടിച്ചെന്നാണ് അറിഞ്ഞത്. അല്ലടാ, 1-2 പേരെ പിടിച്ചോണ്ടെന്തോ ചെയ്യാൻ? അവരൊരു ഗ്രൂപ്പായിട്ടല്ലേ വന്നിരിക്കുന്നത്. ബാക്കിയുള്ളവര് കിടക്കല്ലേ നീ? അത് പറ. അപ്പൊ ആ സംഘമായിരിക്കും ഇവിടെ എത്തിയത്. ഓഹാ, ചുമ്മാ നാക്കെടുത്ത് വളയ്ക്കല്ലേ അണ്ണ. വളച്ചാലും ഇല്ലെങ്കിലും ഞാൻ കേട്ടുന്നുള്ളത് വാസ്തവമാണ്. എന്തായാലും കൊച്ചമ്മ അവരിവിടെ വന്നിട്ടുണ്ട്. എടാ കുഞ്ഞേതേ, നമ്മളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചൊക്കെ ഇരിക്കണം കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ശരിയമ്മ, ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ. ചെക്ക് ചെയ്. ഒന്നും മോഷണമൊന്നും പോയി കാണാൻ സാധ്യതയില്ല. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അല്ല കൊച്ചമ്മ, എനിക്ക് ഐഡിയ. നമുക്കൊരു നല്ല പട്ടിയെ വാങ്ങിച്ച് വളർത്തിയാലോ? എന്നിട്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പട്ടി കുരയ്ക്കുമല്ലോ. ഓ, അങ്ങനെ. നീ ഒരു കാര്യം ചെയ്യും, നല്ല ഇനം പട്ടികൾ കാണും, നല്ല കുരയ്ക്കുകയും കടിക്കുകയൊക്കെ ചെയ്ത്. അങ്ങനത്തെ കിട്ടാതെ ഒരു പട്ടിയെ വാങ്ങിക്കേ. വാങ്ങിക്കേ. ദൈവമേ, മനസമാധാനമായിട്ട് ജീവിക്കാൻ സമ്മതിക്കൂലേ ഭഗവാനെ? എല്ലാം കഴിഞ്ഞപ്പോ തിരുട്ട് സംഘം കുറുവാന്ന് പറഞ്ഞാൽ അതങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണണമല്ലോ. ആരോണ്ടോ പറഞ്ഞവരെ. എന്റെ ഈശ്വരോ. അത് നല്ലൊരു ഐഡിയ അമ്മ. അതാകുമ്പോ വീടും വിൽക്കണ്ട, നമ്മുടെ കടവും വീടും. അത് കൊള്ളാം. ഒരു കാര്യം ചെയ്യാം, അമ്മ ഇങ്ങോട്ട് വാ, നമുക്ക് ഒരുമിച്ച് ഇവിടുത്തെ അമ്മയോട് സംസാരിക്കാം. എന്നാ വേഗം ഇങ്ങോട്ട് വാ. ശരി. ഞാൻ ഏട്ടനെ കണ്ടോണ്ട് ഫോൺ കട്ട് ചെയ്തതല്ല. ഞാൻ ഫോൺ സംസാരിച്ചു കഴിഞ്ഞ ശേഷമാണ് ഏട്ടൻ വന്നത്. ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. ഇപ്പൊ ഒന്നും പറഞ്ഞില്ല, പക്ഷെ സാധാരണ അങ്ങനെയാണല്ലോ പറയാറ്. എന്തൊരു ആലോചന? അല്ലടി, ഇന്നലെ രാത്രി നീ ആരുടെങ്കിലും ഫോണിൽ സംസാരിച്ചേക്കാം? എത്ര മണിക്ക്? ഒരു 2 മണിക്ക്. 2 മണിക്കൊക്കെ ഞാൻ ആരോട് സംസാരിക്കാനാ പ്രശ്നപ്പെട്ട? ദേ, എന്നെ വെറുതെ സംശയിച്ചേക്കല്ലേ. അല്ലെങ്കിലും ഞാൻ ഇന്നേവരെ അങ്ങനെ ആരോടെങ്കിലും സംസാരിക്കുന്ന കണ്ടിട്ടുണ്ടോ? എടി, നിന്നെ സംശയിച്ചതല്ല. സംശയിച്ചത് തന്നെയാ. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചോദിക്കത്തില്ല. എടി, അല്ലെന്ന് പറഞ്ഞില്ലേ? ഇത് വേറൊരു കാര്യം അറിയാൻ വേണ്ടിട്ട് ചോദിച്ചതാ. ഒന്നുമല്ല. ദേ പ്രശോഭേട്ട, എന്നെ വഴക്ക് പറഞ്ഞോ ചീത്ത പറഞ്ഞോ അതൊക്കെ ഞാൻ സഹിക്കും. പക്ഷെ എന്നെ മറ്റൊരു കണ്ണി കാണരുത്. അതെന്നെ കൊണ്ട് സഹിക്കാൻ പറ്റത്തില്ല. എന്റെ പൊന്നു മോളെ, നീ ഈ സീരിയൽ ഡയലോഗ് ഒന്ന് നിർത്തൂ. നിങ്ങൾക്കൊക്കെ എന്തും പറയാം. ഞാൻ എന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ അത് സീരിയൽ ഡയലോഗ്. ഒന്നുമില്ല, ഒരു ഗ്ലാസ് ചായ എടുത്തോളാ. ചായയോ? നിങ്ങൾക്ക് ഒരു ചുക്കൂട്ട് തരത്തില്ല, സംശയരോഗി. ഇതിന്
എനിക്കായിട്ട് തന്നെ വച്ചിരുന്നതാണല്ലേ? എന്തോ ക്ലച്ചമ്മ കുറവില്ലേ? ഇല്ല ചെറിയമ്മ, കുറവില്ല. നീ തണുത്തുള്ളടുത്ത് കുടിക്കണോണ്ടല്ലേ? പോ ചെറിയ, ഞാൻ കുടിക്കാന്ന്. പിന്നെ ചെറിയമ്മ, ചെറിയമ്മയുടെ ലൈഫിലെ എയിം എന്തുവാ? എയിമാ? എന്തോന്ന് എയിം? എനിക്കൊന്നും ഒന്നുമില്ല. എനിക്ക് ഇങ്ങനെയൊക്കെ ജീവിച്ചു പോയാ മതി. അങ്ങനെയല്ല, എയിം എന്ന് പറയുമ്പോ ടീച്ചർ ആവണോ, ഡോക്ടർ ആവണോ, പൈലറ്റ് ആവണോ, അങ്ങനെയൊന്നുമില്ലേ? അതൊക്കെ നിന്റെ പ്രായത്തിലുള്ള കുട്ടികൾക്കല്ലേ. ചെറിയമ്മയ്ക്ക് അതിനുള്ള പ്രായമൊക്കെ കഴിഞ്ഞു. ചെറിയമ്മ, ആഗ്രഹത്തിന് പ്രായമില്ല. ശരിക്കും അങ്ങനെയാണെങ്കി എനിക്കൊരു ആഗ്രഹമുണ്ട്. എനിക്കുണ്ടല്ല, എനിക്ക് ഒരു കാറ് വാങ്ങിക്കണം സ്വന്തമായിട്ട്. എന്നിട്ട് എന്റെ അമ്മയും കൊണ്ട് പഴവങ്ങാടി ക്ഷേത്രത്തിൽ കൊണ്ടുപോകണം. ചെറിയമ്മയ്ക്ക് ട്രൈ ചെയ്താ ചെറിയമ്മയ്ക്ക് പറ്റും. പിന്നല്ലാതെ ശ്രമിച്ചു നോക്കല്ലേ? ശ്രമിച്ചോക്കാം. പിന്നെ കാറ് വാങ്ങിച്ചു കൊണ്ടുപോകുമ്പോ എന്നെ കൂടി കൊണ്ടുപോവോ? പിന്നെ ചുന്ദരി കുട്ടിയല്ലേ, ഞാൻ വേറെ ആരെ കൊണ്ടുപോകും? പിന്നെ ചെറിയമ്മ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്കും. എനിക്ക് ഒരാഗ്രഹമാണേ. ഞാൻ അമ്മയോട് കൊറേ ദിവസം കൊണ്ട് ചോദിക്കണം. കൊറേ ദിവസം കൊണ്ടല്ല, നാള് കൊണ്ട് ചോദിക്കണം. എനിക്കൊരു അനിയൻ വാവേ തരുമോ, കളിക്കാൻ തരുമോ, കളിക്കാൻ തരുമോ? പക്ഷെ അമ്മയോടത്ത് ചോദിച്ചു, ഞാൻ അമ്മ അടുത്ത്. ചെറിയമ്മ തരുമോ എനിക്കൊരു അനിയൻ വാവേ? എന്താ ചെറിയമ്മ കണ്ണ് പറഞ്ഞത്? ഒന്നുമില്ല. ഞാൻ ചോദിച്ച കാര്യം കേട്ടിട്ടാണോ? കേട്ടിട്ട് വിഷമമായെങ്കിൽ സോറി ചെറിയ. ഇല്ല മക്കളെ, കുഴപ്പമില്ല. ചെറിയമ്മയ്ക്ക് വിഷമമായില്ലല്ലോ? എന്താണ് ലേഡീസ് ഒരു സംസാരം? ഒന്നുമില്ല. ഒന്നുമില്ലേ? പിന്നെ സുരഭി, എന്തെന്നാ? ഞാൻ ഒരു കാര്യം ചോദിക്കാനാ വന്നേ. പറയണ. അത് ആ സെൻസിലെ എടുക്കാവൂ. ഇന്നലെ രാത്രി സുരഭി ആരത്തെങ്കിലും ഫോണിൽ സംസാരിച്ചിരുന്ന? ഇന്നലെ രാത്രി എന്ന് പറയുമ്പോ ഒരു 2-3 മണിക്കൊക്കെ. ഇല്ല. അല്ല, ഞാന് അണ്ണന്റെ അങ്ങോട്ട് ചോദിക്കാൻ വേണ്ടിട്ടിരിക്കായിരുന്നു. രാത്രി ഞാനും കേട്ടായിരുന്നു ഈ ആരോട് സംസാരിക്കുന്ന പോലെ. അപ്പൊ അത് അണ്ണനല്ലേ? ഞാനല്ല. അപ്പൊ പിന്നെ അതാര്? മുത്തോണ്ണനും ഇതേ ശബ്ദം കേട്ടെന്നാ പറയുന്നേ. അയ്യോ, എന്തായിരുന്നാലും അത് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. ഞാൻ എന്താ പറഞ്ഞു? ശരി അണ്ണാ. എന്ത് മക്കളെ, എനിക്കും അറിഞ്ഞൂടാ. മുത്തോണ്ണ, ഏകദേശം ഇന്നലെ ഏത് ഭാഗത്തുനിന്നാ സൗണ്ട് കേട്ടെ? ഏകദേശം ഈ ഭാഗത്തുനിന്ന് തന്നെ കേട്ടത്. ഇവിടെ തന്നെ? ഓ, ഇത് പണിയാണല്ലോ. കൊള്ളാം. ഒരു ദിവസം തൂത്ത് വൃത്തിയാക്കുന്നത് ഭയങ്കരപ്പെട്ട പണിയല്ലേ. ഒരു ദിവസം ചെയ്ത് നോക്കണം, അപ്പോഴേ അറിയാവൂ. അതല്ല അണ്ണ, അണ്ണ ഇങ്ങ് വന്നേ. ഇതാരാ ഈ മാർക്ക് വിടട്ടെ? ആരാന്തോ മുത്തോണ്ണ, ഇത് പണിയാണ്. എന്തോന്നു അണ്ണൻ വായിച്ചില്ലേ കുറവ് സംഘത്തിന്റെ കാര്യം? അവര് കവർച്ച നടത്തുന്നതിന് മുമ്പ് ഇതുപോലുള്ള ഓരോ മാർക്ക് ഇട്ടിട്ട് പോകും വീട്ടില്. തന്നെ? ആ, പാമാരി തന്നെ. അയ്യോ, പ്രശ്നമാണല്ലോ. എത്രയും വേഗം പോലീസിനെ അറിയിക്കണം കുഞ്ഞെ. വരട്ടെ, ആദ്യം ഒന്ന് CCTV കൂടെ ചെക്ക് ചെയ്യട്ടെ. സത്യമാണോന്ന് അറിഞ്ഞിട്ട് അവരെ വിളിച്ച് പറഞ്ഞാൽ മതിയല്ലോ. ഞാനിപ്പോ വരാം. ഓ, പോട്ടോ. ഈശ്വര, ഇനി മുതൽ രാത്രി ഉറക്കമില്ല. ഓരോ കുറവ സംഘങ്ങളും. അമ്മ എത്തിയാ? ഞാനൊരു ഓട്ടോ കിട്ടിയപ്പോ ഇങ്ങനെ പോരുന്നൊരു കൊച്ചെ. പ്രക്ഷോഭം കൊച്ചൊക്കെ എന്തിയെ? മോക്കൊന്ന് സ്കൂളിൽ പോകണ്ട, അവള് താഴെ ഉണ്ടാവും അമ്മയുടെ ഒപ്പം. പിന്നെ പ്രക്ഷോഭേട്ടൻ ഇവിടെ എവിടെയെങ്കിലും ഒക്കെ കറങ്ങി നടക്കണ്ടാവും. ഞാൻ പറഞ്ഞായിരുന്നു, പ്രക്ഷോഭനോട് പറഞ്ഞായിരുന്നോ? ഇല്ലമ്മ, ഞാനത് വിളിച്ചപ്പോ നിന്നോട് പറഞ്ഞല്ലായിരുന്നു പ്രത്യേകത പറയണോന്നാ? അല്ല, ഞാൻ ആലോചിച്ചപ്പോ പ്രക്ഷോഭേട്ടനോട് പറയുന്നേക്കാട്ടിലും നല്ലത് നമുക്ക് അമ്മയോട് സ്ട്രെയിറ്റ് ചെന്ന കാര്യം പറയുന്നതായിരിക്കും. എങ്കിപ്പാ പോയി പറഞ്ഞിട്ട് വരാം. അമ്മ, പ്രൊഡ്യൂസറിന് ഒപ്പിച്ചു കൊടുത്താ ഈ 10 ലക്ഷം രൂപയൊക്കെ തരുന്നു പറഞ്ഞത് സത്യമാണോ? പിന്നല്ലാതെ അവർ എഗ്രിമെന്റ് സൈൻ ചെയ്യാൻ പറഞ്ഞില്ലേ നമ്മളോട്?
അല്ല ഈ സിനിമാക്കാരുടെ കാര്യം നമുക്ക് അത്ര വിശ്വസിക്കാനൊന്നും പറ്റില്ല. എടി നമുക്ക് അറിയാവുന്ന കൊച്ചാ, അവരെ വിശ്വസിക്കാവുന്ന. അതല്ല, പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. എന്ത്? നമ്മുടെ ചാക്കോച്ചന്റെ സിനിമയാ. അതിന്റെ അകത്ത് കുഞ്ചാക്കോ പോപ്പനോ? ആ, അതിന്റെ അകത്ത് ഒരു അമ്മ വേഷമുണ്ട്. ആ. അമ്മ വേഷം എനിക്ക് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മയാ? എന്നാ അമ്മയ്ക്ക് അതിനെ അഭിനയിക്കാനൊക്കെ അറിയോ? നീ എന്നെ പറ്റി എന്നാ കരുതിയത്? ആ. എടാ, ഇപ്പൊ ഞാൻ നീയും കൂടെ സംസാരിക്കുന്നു. ഇത് തന്നെ ഞാൻ ചാക്കോച്ചനോട് ഇത് പറയണം. അത്രയൊക്കെ ഉള്ളൂ, അതൊന്നും വലിയ അഭിനയൊന്നും അല്ല. അത്രേ ഉള്ളല്ലേ? എന്നാലേ അമ്മ എനിക്കിവിടെ ഒരു ചാൻസ് പറഞ്ഞൊപ്പിച്ചു തരാം. കുഞ്ചാക്കോവിന്റെ നായികയായ നായി ഒന്നും സെറ്റായിട്ടില്ല, പക്ഷെ നിനക്കത് കിട്ടത്തില്ല. അതിനൊക്കെ വലിയ വലിയ ആർട്ടിസ്റ്റുകളുണ്ട്, അഭിനയിക്കാൻ അറിയാവുന്നവര്. എന്തായാലും നിനക്കൊരു വേഷം ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആണോ? നമ്മൾ ഇങ്ങനെ സംസാരിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ചേച്ചിയോട് ഇന്ന് കാര്യം പറ. അയ്യോ, പണവും ആഭരണവും ഒക്കെ തന്നെയാ അവരുടെ ലക്ഷ്യം. പിന്നല്ലാതെ കുത്തി തുറന്ന വീടിനകത്ത് എന്തെല്ലാം ഉണ്ടോ വിലപിടിപ്പുള്ളത് അത് മുഴുവനും എടുത്തുകൊണ്ട് പോവുക. എന്തോ ചെയ്യുമെന്ന് പറ. മനസമാധാനം പോയി കിട്ടിയില്ലേ? ചേച്ചി നമ്മുടെ കാര്യമാണോ പറയുന്നത്? ഏതോ തിരുട്ട് ഗ്രാമമാ, ഇത് അവരുടെ ജോലിയാണ് പോലും മോട്ടിച്ചോണ്ട് പോകുന്നത്. നമ്മളെ പറ്റിയല്ല. ശ്ശോ. ഏതായാലും ഒന്ന് ശ്രദ്ധിച്ചിരിക്കെ കേട്ടോ. ആ, ഞാൻ വിളിക്കാം. ആ. സുനിത പോന്നു. കുറച്ചേരം അയ്യേച്ചി വന്നിട്ട്. ശരി. എന്തൊക്കെയുണ്ട് വിശേഷം? അമ്മ, ഓ, ഒരു കാര്യം പറയാൻ വന്നതാ. ഇവിടെ പറയരുതോ? അമ്മയുടെ അപ്പച്ചിയുടെ മോനുണ്ട്, ദിൽജിത് കുമാർ എന്ന പേര്. ഞങ്ങള് കുട്ടാപ്പിന്ന് വിളിക്കും. ഓക്കെ, അതിനെന്താ? അവനെ വലിയ സിനിമയൊക്കെ പഠിച്ചത്, എവിടെയൊക്കെയോ പോയി സിനിമ പഠിച്ചതാണ്. ഇപ്പോഴുള്ള മിക്ക സിനിമ ആർട്ടിസ്റ്റുകളെല്ലാം അവന്റെ കൂട്ടുകാരന്മാരാ. ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അവന്. അല്ല, ഇതൊക്കെ ഇവ എന്നോട് പറയാനുള്ള കാര്യം. അവനെ കുഞ്ചാക്കോ ബോബനെ വെച്ചൊരു സിനിമ എടുക്കാൻ പ്ലാൻ ഉണ്ട്. വെരി ഗുഡ്. അപ്പോ നമ്മുടെ ചന്ദ്രഹാസൻ ഗ്രൂപ്പ് ആ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാണെന്നുണ്ടെങ്കിൽ അവൻ കിട്ടുന്ന ലാഭത്തിന്റെ ഇരട്ടി നമുക്ക് തരാന്ന് ഏറ്റിട്ടുണ്ട്. അത്രയും പൈസ ഒരുമിച്ച് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യല്ലേ അമ്മ? അതെ മോളെ, ഈ ചന്ദ്രഹാസൻ കമ്പനി സിനിമയ്ക്ക് വേണ്ടി പൈസ ഇറക്കുന്ന പരിപാടി ചെയ്തിട്ടില്ല, ചെയ്യത്തുമില്ല. ചെയ്തിട്ടില്ല. പക്ഷെ ഇനി നമുക്കൊന്ന് ട്രൈ ചെയ്യാലോ? വേണ്ട. കാരണം എന്താണെന്നറിയോ, ഈ സിനിമയ്ക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് അത്ര ഒരു സേഫ് ആയിട്ടുള്ളൊരു സംഭവമല്ല. കാരണം ഒന്നാമത്തെ കാര്യം, ഈ സിനിമ എടുക്കുക എന്നൊക്കെ പറയുന്നത് വെറുതെ ഒരു നിസ്സാര സംഭവമായിട്ടൊരു തമാശ പോലെ ഒരു ഗ്ലാമർ പോലൊന്നും കാണരുത്. അതൊക്കെ അത് അറിയാവുന്നവര് ചെയ്യുന്നതാണ് നല്ലത്. അല്ലമ്മ, ദിൽജിത് കുമാർ സിനിമയൊക്കെ പോയി പഠിച്ചതാ. നല്ല ലാഭമായിരിക്കും. ആണോ? അമ്മയല്ലേ ഏറ്റവും. ഏതായാലും എന്റെ പൊന്നുമോളെ, ചന്ദ്രഹാസൻ കമ്പനിക്ക് സിനിമയിലേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ യാതൊരു താല്പര്യമില്ല, ഞാൻ ചെയ്യത്തുമില്ല. ആന്റി എപ്പോഴൊക്കെയായിരുന്നു? കുറച്ചേരമായി. അമ്മ, ഓ, അന്ന് മുട്ടുവണ്ണം കേട്ട ശബ്ദം ശരിയാണ്. കണ്ടോ? ഈ കോമ്പൗണ്ടിൽ അന്ന് 2-3 പേര് കയറിയിട്ടുണ്ട്. കണ്ടോ? ഇതാ ഞാൻ പറയുന്നത്, എല്ലാവരും നോക്കിയും കണ്ടും ശ്രദ്ധിച്ചും ഒക്കെ ഇരിക്കണമെന്ന്. അവര് തേരാ പാരാ നടക്കുന്ന സമയമായിപ്പോഴ് ഈ കൂട്ടത്തോടെ. അമ്മ പേടിക്കില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. അവര് ഈ വീട് മാർക്ക് ചെയ്തിട്ടാണ് പോയത്. ആരാ വരുന്നേ? കള്ളന്മാര്. നമുക്കെന്നാ പോലീസിനെ വിളിക്കാം ചേച്ചി. അമ്മ, ഞാൻ അവരെ വിളിച്ചതാ. എന്തോ പാർട്ടി സമ്മേളനം എന്തോ നടക്കണോണ്ട് അവർ അങ്ങോട്ടേക്ക് പോയിരിക്കുന്ന പറഞ്ഞു. ഓടാ കുഞ്ഞെ, എല്ലാരോടും പറ, മുത്തു അടക്കം എല്ലാരോടും പറ, വളരെ ശ്രദ്ധിച്ചിരിക്കണമെന്ന് പറയട്ടോ. ഇത് അത്ര നിസ്സാര കാര്യമല്ല. ഒരുപാടായി, എല്ലാത്തിനെയും കിട്ടിയിട്ടുമില്ല, ഒരെണ്ണത്തിനെ മറ്റേ പിടിച്ചുള്ളൂ പോലീസ്. എന്തോ ചെയ്യൂന്ന് പറ. പ്രശോഭേ, നീ ഇതേ ഇവിടെ ഉള്ളവരെയൊക്കെ ഇങ്ങോട്ടൊന്ന് വിളിച്ചേ, നമുക്കൊരു പ്ലാൻ ഉണ്ടാക്കണം. എന്ത് പ്ലാൻ അമ്മ? എടാ, അതൊക്കെ ഞാൻ പറയാം. നീ ആദ്യം അവരോടൊക്കെ ഇങ്ങോട്ടൊന്ന് വരാൻ പറ, സമയം കളയാതെ. ശരി അമ്മ. നടക്കില്ല. അതിൻ്റെ ഇടയിൽ കൂടെ ഇരട്ടി ലാഭം ഉണ്ടാക്കുന്ന സിനിമ. എന്നാ പിന്നെ അവിടെ അച്ഛനങ്ങെടുത്താ പോരെ. അതെ, എനിക്ക് നിങ്ങളോടൊക്കെ പ്രധാനമായിട്ട് പറയാനുള്ളൊരു കാര്യം എന്താണെന്നറിയോ, നമ്മൾ ഈ പേടിക്കുന്നു എന്നുള്ളതാണ് ഈ കുറുവാ സംഘത്തിന്റെ നേട്ടം. മനസ്സിലായോ? അപ്പൊ നമുക്ക് വേണ്ടത് എന്തുവാ? ധൈര്യം. ഒറ്റക്കെട്ടായിട്ട് നമ്മൾ നിൽക്കുക. എടാ, ഇവര് വരുമ്പോഴേ അത്യാവശ്യം ഒന്ന് ആക്രമിക്കാൻ വേണ്ടി നമുക്ക് വല്ല വടിയോ വാളോ വെട്ടുകത്തിയോ അതോ ഇതൊക്കെ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. ഇതൊക്കെ ഒന്ന് കരുതി എടുത്ത് വെക്കുക. മനസ്സിലായോ?
അതാ ഞാൻ പറഞ്ഞത്. അതായത് പോലീസുകാർ ഇപ്പൊ വിളിച്ചു, എന്തെങ്കിലും കാരണം കൊണ്ട് അവര് വരാനൊന്ന് വൈകിപ്പോയി. ഇവന്മാരെ ഒന്ന് പിടിച്ചു കെട്ടി നിർത്താനുള്ള സംഭവങ്ങൾ നമ്മുടെ കൈ വേണ്ടേ? അതായത് പോലീസ് വരുന്ന മുമ്പേ നമ്മൾ പിടിച്ചു കെട്ടി നിർത്തണം. അതിനുള്ള ധൈര്യവും വേണം. അമ്മ നമുക്ക് വരുമ്പോ മുളകൊടി കാര്യം മുഖത്തറിയാം. ഡ്യൂപ്ലിക്കേറ്റ് അല്ലേ ഇപ്പോഴത്തെ മുളകൊടിയൊക്കെ, എരിയൂല അല്ലേ കൊച്ചമ്മ? അങ്ങനെയാണെങ്കിൽ കുരുമുളക് നോക്കിയല്ലോ. ഒരു കാര്യം ചെയ്യും, കുറച്ച് പൊടിയെടുത്ത് തക്കി നോക്കി കുരുമുളക് ഏതില്ല ഇല്ലാത്തതില്ല ഒന്ന് ചുമ്മാ അവിടെ കാണും. അവര് വടിയോ കമ്പ എന്താന്ന് വെച്ചാൽ കിട്ടും. ഞാൻ പോവാ. പേടിയുണ്ടെന്ന് പേടിച്ചിട്ടൊന്നും അല്ല. പോണാ ചേച്ചി എന്നാ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ, സമയമില്ലാത്തോണ്ട്. അല്ല കുറുവ വന്നില്ലല്ലോ. പോയാ പേടിച്ചിട്ട് പോയതാണോ മോളെ? പേടിച്ചിട്ട് പോണതായിരിക്കും. അയ്യോ പാവം, നഷ്ട സിനിമ എടുക്കാൻ വന്നതാ. നല്ല ധൈര്യം കേട്ടാ. ഏതായാലും ഒരു കാര്യം ഞാൻ പറയാം, നോക്കിയും കണ്ടും ശ്രദ്ധിച്ചും ഒക്കെ നമ്മൾ ഇരിക്കുക. ഏത് തരത്തിലുള്ള ആക്രമണം വന്നാലും തൽക്കാലം പിടിച്ചു കെട്ടി നിൽക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കുക. കുഞ്ഞെ, അവരുടെ ഫോൺ നമ്പർ കയ്യിലുണ്ടോ? കുറുവക്കാരുടെ. എന്തിന്? അല്ല എപ്പോഴാണ് വരുന്നതെന്ന് വിളിച്ച് ചോദിച്ചിരുന്നാലേ ആ സമയം അനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കായിരുന്നു. മണ്ടത്തനം പറയില്ല മുത്തണ്ണ. അവര് 4-5 പേരുണ്ട്. തന്നെ പിന്നെ അല്ലേ പ്രശ്നപ്പെട്ടാ നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു 2000 രൂപ കൊണ്ടുപോയി അവിടെ സിറ്റ് ഔട്ടിൽ വെക്കാം. വേണേ എന്റെ 2 വളയും കൂടെ തരാം. അത് അവിടെ വെച്ച് കഴിഞ്ഞാൽ അത് കൊടുത്തിട്ട് അവരങ്ങ് പൊക്കോളൂ. അത് കൊള്ളാം. അപ്പൊ പിന്നെ അവിടെ തന്നെ വന്നെന്ന് എല്ലാം കൊണ്ടുപോയിട്ട് അടിയും വേണ്ട, വഴക്കുമില്ല. വഴക്കുമില്ല. നല്ല ഐഡിയ ലക്ഷ്മി കുഞ്ഞ് പറഞ്ഞത്. നല്ല ബുദ്ധി. നമുക്ക് ഒരു 2000 രൂപ കൊണ്ടുവച്ച് അങ്ങ് സിറ്റ് ഔട്ടിൽ വെച്ചിട്ട് അങ്ങ് പോവാം. ആ മരം എടുത്തോണ്ട് പോവില്ല, ശല്യമില്ല. നിങ്ങളൊക്കെ ഇതെന്തോന്ന് പറയണുണ്ട്? പത്രമൊന്നും വായിക്കണില്ലേ? ഇല്ല. 2000 രൂപയ്ക്ക് വേണ്ടിയല്ല അവൻ വണ്ടിയും പിടിച്ച് തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരണം. എന്നാ 5000 രൂപ കൊണ്ടുപോയിക്കാം. അതല്ല, 2 വളയും കൂടെ തരാം. ഇനി അവന്മാര് വന്ന വീടോടെ കൊണ്ടുപോകും. ഇവർക്ക് വല്ല പണിക്കും പോക്കൂടെ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനായിട്ട്. വല്ലതും അറിയോ? ഞങ്ങൾക്ക് എങ്ങനെ അറിയാം? വിളിച്ചു പോയിര്. ഹലോ പ്രശോഭേ, അവരെത്തിയിട്ടുണ്ട്. മുൻവശത്തുണ്ടടാ ഗേറ്റിന്റെ അവിടെ. 3 പേരുണ്ട് അവിടെ, മനസ്സിലായോ? ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ച് കേക്ക്. നിങ്ങളെല്ലാവരും തയ്യാറായിട്ടേ എല്ലാവരും കൂടെ ഒരു വഴിക്ക് പോകരുത്. അതാ പറഞ്ഞത്. 1-2 പേര് മുൻവശത്ത് പോകുമ്പം 1-2 പേരല്ലേ ഒരാളെങ്കിലും പുറകുവശത്ത് അടുക്കള ഭാഗത്തേക്ക് പോകുക. ഓക്കെ, ശരിയമ്മ. എന്നിട്ട് ഇതേ കൈ കിട്ടിയാലുണ്ടല്ലോ അടിച്ച് താഴെ ഇട്ടുള്ള ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. ഓക്കെ അമ്മ, ഡൺ. അവരിത് വരൂലേ? അവര് വന്ന. അയ്യോ വന്നാ മുത്തോണ്ണ വിളിക്ക്. അവര് വന്നിട്ടുണ്ട്. ഞാൻ ലക്ഷ്മി അടുക്കളയിലോട്ട് പോവാണ്. നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യണം കേട്ടാ? എനിക്ക് പേടിയുണ്ട് കേട്ടോ. അയ്യോ എടി, അമ്മ പറഞ്ഞത് ഓർമ്മയുണ്ടല്ല, നമ്മുടെ പേടിയാണ് അവരുടെ ധൈര്യം. അതെ. അല്ല ആരായിരുന്നാലും പേടിയാവൂലേ? മുത്തോണ്ട് ഞാൻ ഉണ്ട്. വാ വാ വാ, ഇവിടെ വെയിറ്റ്. എന്റെ പൊന്നു മുത്തോണ്ട് ഉറങ്ങില്ലെന്ന്. പോ ഇങ്ങോട്ട് എണീറ്റ്. വന്നാ പറയണേ. ഓ അയ്യോ
മോട്ടിക്കണം അല്ലേ നിക്കണം അവിടെ നിക്കണം. അയ്യോ, എനിക്ക് പേടിയാവും. ഞാൻ പറഞ്ഞു ധൈര്യം അമ്മ പറഞ്ഞു അടിക്കോ. അത് ഞാൻ അടിച്ചോ നേരെ പിടിച്ചോ. കൈ കൊണ്ട് കൊടുത്തോണേ കൊടുത്തോളാം, കൊടുത്തോളാം. വന്ന് നോക്കുന്നു കൊടുത്തോ என்ன ஐயோ அம்மா சுட்டுடாதம்மா சுட்டுடாதே. சுட்டுடாதையா? ஆமா. என்ன பயமா இருக்கா? ஆமாம்மா. எத்தனை பேரை நீ சுட்டு கொன்னுட்ட. அப்போ இல்லாத பயம் இப்போ எங்க இருந்து வந்தது? தெரியாதம்மா. ஆ? அது சரி. இந்த பாரு, இங்க வந்து எனக்கு என் உயிர் தான் முக்கியம், புரிஞ்சுதா? அதனால நான் உன்னை சுட போறேன். ஐயோ அம்மா சுட்டுடாதம்மா சுட்டுடாதே. தாயே அம்மா தாயே. കൊടു, മാറ്, മാറ്. കൊടു, തീരെ. അവനെ എനിക്ക് ഓടോടാ നീ. മാറങ്ങോട്ട്, മാറങ്ങോട്ട്. ആ. ആ, എന്തായി ഇപ്പൊ? എല്ലാത്തിനും നല്ല കണക്കിന് കിട്ടിയമ്മ. ആ, എനിക്കും കിട്ടി ഇടയ്ക്ക്. അതാണ് ഞാൻ പറഞ്ഞത്. കണ്ട, ഇനി ഈ പ്രദേശത്ത് വരാൻ അവന്മാർക്ക് ധൈര്യം ഉണ്ടാവും. കുറുവേ പേടിക്കണ്ട. ആ, ഈ ഏരിയയിൽ ഇനി കാലുത്തൂല. അതെ അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ മനസ്സിലായോടാ? നമ്മളൊക്കെ കൂടെ ഒറ്റ കെട്ടായിട്ട് നിന്നാലേ എന്തും നേടാം. അത് പഠിച്ചോന്ന്. കൊച്ചമ്മ, ഇതൊരു വാർത്തയാക്കണം. എന്തോ? വെറും വാർത്തയില്ല, പത്രത്തിൽ തന്നെ കൊടുക്കണം. മഹാകവിയും സംഘവും ചേർന്ന് കുറുവ സംഘത്തിന് പഞ്ഞി കിട്ടു. കുറുവ സംഘത്തിൽ മഹാകവി ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. ഏത് അയ്യേ, മറ്റേ ഇതായി. ഓ, ആ, ഇവനെ ആരെങ്കിലും ഒന്ന് പഞ്ഞിക്കിട്ട് തരുമോ എനിക്ക്? സത്യം ഞാൻ പറയാൻ വരേണ്ടമ്മ. വേണ്ട, വേണം. വേണ്ട. മഹാകവി. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.